പാട്ടുകളുണ്ട്, പക്ഷെ എനിക്കങ്ങനെ പാട്ടുകളില്ല. എനിക്ക് ആ ഏരിയയിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. കാരണം കുട്ടികൾക്കാണ് അവരുടെ ഒരു വെക്കേഷൻ സോങ് ഒക്കെ ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ ബാംഗ്ലൂർ കന്നഡ മൂവിയുടെ ഷൂട്ടിന് പോയി. അതിൻ്റെ ഇടയിലാണ് പിന്നെ ഇടയിൽ വന്ന് ഡബ് ചെയ്തതൊക്കെ. അപ്പോൾ അതിൻ്റെ ഏരിയയിലേക്ക് എനിക്കധികം അറിയില്ല. തിരക്കുകൾ മാറ്റിയൊക്കെ എനിക്ക് മനസ്സിലായി കല്യാണത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാനല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ച് അഭിനയിക്കുന്ന ഒരാളല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ആകെ ചെയ്തത് ഇവിടെ എന്നുള്ളൊരു മൂവിയാണ്, പിന്നെ ഹലോ നമസ്തയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വർഷം ഇപ്പോൾ ചെയ്തത് ഇപ്പോൾ കുട്ടികളുണ്ട് സൂക്ഷിക്കുക. പിന്നെ ഇതിൻ്റെ പാരലി ഞാൻ ഇപ്പോൾ ചെയ്ത് തീർത്തത് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ആസഫിൻ്റെ ഒരു മൂവിയാണ്. അപ്പോൾ അത് ഷൂട്ടിങ് കഴിഞ്ഞു, എൻ്റെ ഡബിങ്ങും എഡിറ്റിംഗ് ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ കന്നഡ ചെയ്തു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കല്യാണം മാറ്റി വയ്ക്കാൻ എൻ്റേതായിട്ടുള്ള കുറേ പേഴ്സണൽ റീസൺസ് ഉണ്ട്. അപ്പോൾ അതെനിക്കിപ്പോൾ മറ്റുള്ളവരിപ്പോൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ എന്താ കല്യാണം കഴിക്കാത്ത, അല്ലെങ്കിൽ എന്താ അങ്ങനെ ഇങ്ങനെയെന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ കല്യാണം നീട്ടി വെക്കുന്നതിൽ തീർച്ചയായിട്ടും അവർക്ക് ആർക്കും അറിയാത്ത ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ്, പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഓപ്പണായിട്ട് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നീട്ടി വെക്കുന്നത്. അല്ലാതെ വെറുതെ അന്നെ കുറച്ചായിട്ട് എന്താക്കുന്നല്ല. പിന്നെ കല്യാണം ഓഫ് കോഴ്സ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ എന്ന് കരുതി ഇപ്പോൾ കല്യാണമാണ് ജീവിതം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എല്ലാവരും കല്യാണം കഴിക്കുന്നത് കാണുമ്പോൾ നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്രയോ ഡിവോഴ്സുകൾ നടക്കുന്നു. അപ്പോൾ ഇപ്പം എല്ലാവരും ചോദിക്കും എപ്പോഴാണ് കല്യാണം കഴിഞ്ഞാൽ ചോദിക്കും എപ്പോഴാണ് ഡിവോഴ്സ് ആവുന്നതെന്ന്. അപ്പോൾ ഇതാണ് സംഭവം ഇവിടുത്തെ. അപ്പോൾ വേറെ ഏതൊരു ലാംഗ്വേജിൽ നോക്കിയാൽ, ഇപ്പോൾ ഒരു തമിഴ് ഇൻഡസ്ട്രി നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദി ഇൻഡസ്ട്രി നോക്കുകയാണ്, അതിലൊക്കെ ഒരുപാട് എത്രയോ വർഷങ്ങളായി നിൽക്കുന്ന ഹീറോയിൻസ് ഉണ്ട്. ഇവരുടെ ആരുടെ അടുത്തും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല. കാരണം ഇവിടെയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കല്യാണം എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ വളരെ പേഴ്സണലായിട്ടൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെയും എൻ്റെ ഫാമിലിക്കും എല്ലാം കൊണ്ട് ഓക്കെ ആവുമ്പോൾ കല്യാണം ഉണ്ടാവും. അപ്പോൾ അത് ഇന്ന സമയത്ത് ഇപ്പോൾ എന്നത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. പ്രൊഡ്യൂസിങ് എനിക്ക് പറ്റുന്ന ഒരു പണിയാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡീലിങ്സും കാര്യങ്ങളൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ല. പക്ഷെ പറയാൻ പറ്റില്ല. കാരണം ഇനി എങ്ങാനും ഞാൻ ഭാവിയിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അന്ന് പ്രൊഡ്യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയും. അതുകൊണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നെക്സ്റ്റ് മിനിറ്റ് എന്താ ഉണ്ടാകാൻ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല ഒരിക്കലും എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ ചെയ്യാമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തേക്ക് എന്തായാലും ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റ് എനിക്കില്ല. അത്രയ്ക്കും ഞാൻ ചിലപ്പോൾ ടെൻഷൻ അടിച്ച് മരിച്ചു പോകും. അപ്പോൾ പിന്നെ എന്നാലും ഇപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു തോട്ടില്ല. കുട്ടികളാണ് ഡെഫിനറ്റ്ലി. കാരണം കുട്ടികൾ എന്ത് ചെയ്താലും നമുക്കൊരു കൗതുകമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു സമയത്ത് കുട്ടികളായിരുന്നു. നമ്മൾ വളരും തോറും അത് മാറും. പലരുടെയും കുട്ടിത്തം തന്നെ ഇല്ലാണ്ടാവും. പിന്നെ നമ്മൾ വളരെ മെച്ചുവേർഡായിട്ടുള്ള രീതിയിൽ അതിൻ്റെ കോൺസിക്വൻസസ് ആലോചിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായി മാറും. അല്ല, അങ്ങനെ ആവണം. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾ അതിൻ്റെ ഭവിഷ്യത്ത് നോക്കിയിട്ടൊന്നുമല്ല. ഇന്ന് എന്താണോ ശരിയെന്ന് തോന്നണേ അത് ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അയ്യോ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് തോന്നുക. അപ്പോൾ അന്ന് നമ്മൾ ചെയ്യുന്നത് അന്ന് നമുക്ക് ശരിയായിരുന്നു, ഇന്ന് നമുക്ക് തെറ്റായി തോന്നും. അപ്പോൾ കുട്ടികൾ റിയാക്ട് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസാണ് ഈ പടത്തിൽ മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ആ കുട്ടികൾ മാറ്റി റീപ്ലേസ് ചെയ്ത് കുറച്ച് മുതിർന്ന 2 ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരിങ്ങനെ ചെയ്യുമോ? കുട്ടികളായതുകൊണ്ട് അത് ചെയ്തേക്കാം. കാരണം അവർക്ക് അറിയില്ല. ഇപ്പോൾ തന്നെ നമ്മൾ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് അപ്പം തോന്നുന്നത് അതാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് മുതിർന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ കുട്ടികൾക്ക് പേടിയില്ല. അവരിപ്പോൾ ചിലപ്പോൾ കിണറ്റിലിറങ്ങി ചിലപ്പോൾ ഒരു പൂച്ചക്കുട്ടീനെ രക്ഷിച്ചു എന്ന് വരും. അവർക്ക് അറിയില്ല. ആരും അവരുടെ അടുത്ത് അത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല എന്ന് പറയുന്നില്ല. അവർ പിന്നെ ഒരുപാട് അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് അയ്യോ ഇല്ല, അവരുടെ ഓരോ കോൺസിക്വൻസസ് അവർ ആലോചിക്കുന്നത്. ഇറങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റും, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ ഈ 2 കഥാപാത്രങ്ങളാണെങ്കിലും അവർക്ക് അപ്പം ചെയ്യാൻ തോന്നുന്നത് ചെയ്യുകയാണ്. അതിനുശേഷം അത് അവരെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് അവർക്ക് തന്നെ അറിയില്ല. പക്ഷെ അവരത് ചെയ്യുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൗതുകം, അതാണ് അതിൻ്റെ ഒരു പുതിയ എലമെൻറ്റ്. ചില സമയത്ത് തോന്നും, ചില സമയത്ത് കൂടുതൽ എന്തെങ്കിലും ടെൻഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും അയ്യോ സ്കൂളിലൊക്കെ പോയി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ. പക്ഷെ അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. നമ്മളെന്തായാലും ഓരോ വർഷം തോറും നമ്മൾ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് തോന്നും അയ്യോ ആ സമയം മതിയായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ ചേച്ചിയുടെ കുട്ടികളുടെയൊക്കെ ബുക്സ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ പഠിക്കുന്നത്, ഞാൻ വല്ല റാങ്ക് വാങ്ങിച്ചാൽ അന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുമായിരുന്നില്ല. അപ്പോൾ അതെന്തായാലും എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും ഈ ഒരു പ്രായം മതിയായിരുന്നു എന്നൊക്കെ. പക്ഷേ അത് നടക്കാത്ത കാര്യമായതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി അധികം ആലോചിക്കാറില്ല. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു കുട്ടികൾക്കുള്ള മൂവിയാണ്. ഇപ്പോൾ മങ്കി പെന്നൊക്കെ പോലെ നമുക്ക്
എനിക്ക് മങ്കിപ്പൻ റിലീസായതിന് ശേഷം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് അത് കാണണമെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നല്ല മെസ്സേജുള്ള ഒരു നല്ല മൂവി ആയിരിക്കും, ഒരു കൊച്ചു ചിത്രമായിരിക്കും. അപ്പം നാട്ടിലെ കുറേ ഈ പ്രശ്നങ്ങൾ, പൈസ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം. എങ്കിലും പറയുകയാണ്, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് മൂവി കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം.